ആകാശത്തിലെ യുദ്ധം ഇനി പൂർണ്ണമായി മാറാൻ പോവുകയാണ്. പൈലറ്റുകൾ മാത്രം പോരാടുന്ന കാലം പതുക്കെ അവസാനിക്കുകയാണ്. ഇനി യുദ്ധവിമാനത്തോടൊപ്പം പറക്കുന്നത് മനുഷ്യനല്ല, മറിച്ച് AI നിയന്ത്രിക്കുന്ന ഒരു സഹായിയായിരിക്കും. അതിന്റെ പേരാണ് ലോയൽ വിങ്മാൻ. വാർത്ത ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. എന്താണിത്? ഇത് എങ്ങനെ യുദ്ധത്തിന്റെ നിയമങ്ങൾ മാറ്റും? ഇന്ത്യ ഇതിന്റെ കാര്യത്തിൽ എവിടെ വരെ എത്തി? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. 5th ജനറേഷൻ ഫൈറ്റർ, 6th ജനറേഷൻ കോൺസെപ്റ്റ്സ്, ലോങ് റേഞ്ച് മിസൈൽസ്. എന്നാൽ ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത് മറ്റൊരു വലിയ മാറ്റത്തിലേക്കാണ്. അതായത് കൊളാബറേറ്റീവ് കോംബാറ്റ് എയർക്രാഫ്റ്റ്. ഇവയെ സാധാരണമായി ലോയൽ വിങ്മാൻ എന്നാണ് വിളിക്കുന്നത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ഓടിക്കുന്ന ഫൈറ്റർ ജെറ്റിനോടൊപ്പം മനുഷ്യരഹിതമായി ഒരു യുദ്ധവിമാനം കൂടി പറക്കും, പൈലറ്റിന്റെ ടീംമേറ്റ് പോലെ. പക്ഷേ ഇത് മനുഷ്യനല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നിയന്ത്രിക്കുന്നത്. എന്താണ് ഇവ ചെയ്യുന്നത്? യുദ്ധഭൂമിയിലേക്ക് ആദ്യം പോകുന്നത് ഇവയാണ്. ശത്രുവിന്റെ റഡാർ എവിടെയാണെന്ന് ഇവ കണ്ടെത്തും. അതുപോലെ തന്നെ മിസൈൽ ഭീഷണി ഉണ്ടോ എന്ന് പരിശോധിക്കും. പൈലറ്റിന്റെ വിമാനം എത്തുന്നതിന് മുമ്പ് പാത ക്ലിയർ ചെയ്തു തരും. ഇതൊക്കെയാണ് ഈ ബിരുദന്മാരുടെ പ്രധാന പണികൾ. ഇവയ്ക്ക് നിരവധി റോളുകളുണ്ട്. ചില ഡ്രോണുകൾ ശത്രുവിനെ ആക്രമിക്കും, ചിലത് ഇലക്ട്രോണിക് വാർഫെയർ നടത്തും, ചിലത് കെണിയായി പ്രവർത്തിക്കും, ശത്രുവിനെ വഴിതെറ്റിച്ചു വിടുന്നതിന് വേണ്ടി. ഇതൊരൊറ്റ വിമാനമല്ല, ഒരു മുഴുവൻ ടീം പോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സിസ്റ്റം തന്നെയാണ്. ഇവയുടെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഒരു പൈലറ്റിന്റെ ജീവൻ പോലും അപകടത്തിലാകാതെ വലിയ മിഷനുകൾ നടത്താൻ ഇതുവഴി സാധിക്കുമെന്നതാണ്. ഇവ നശിച്ചാലും മനുഷ്യ ജീവന് നഷ്ടമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് മിഷനുകൾക്ക് ഇത് വളരെ പ്രയോജനകരമായ യന്ത്രങ്ങളാണ്. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും മുൻകൂട്ടി നൽകിയ പ്ലാൻ പ്രകാരം മിഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഹെവി ജാമിംഗ് ഉണ്ടായാലും ഇവ പൂർണ്ണമായും തകരുകയില്ല. ഇവയുടെ ഡിസൈനാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്റ്റെൽത്ത് ഡിസൈനാണ് ഇവയ്ക്കുള്ളത്. അതായത് ശത്രുവിന് ഇവയെ കണ്ടെത്താനാകില്ല, അവരുടെ റഡാറിൽ ഇവ പെടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് ഇവ നേരിട്ട് ശത്രുവിന്റെ പ്രദേശത്തേക്ക് കടന്നു കയറാൻ സിമ്പിളായി തന്നെ സാധിക്കും. പൈലറ്റുള്ള വിമാനങ്ങൾ പിന്നിൽ സുരക്ഷിതമായി നിൽക്കുകയും ചെയ്യും. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. AI എല്ലാം നിയന്ത്രിക്കുന്നത് പോലെ തോന്നിയാലും അത് പൂർണ്ണമായി മനുഷ്യനെ മാറ്റി സ്ഥാപിക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇവിടെ AI ഒരു പൈലറ്റിന്റെ അസിസ്റ്റന്റ് പോലെയാണ് പ്രവർത്തിക്കുക. പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കും. പക്ഷേ ആയുധം ഉപയോഗിക്കാനുള്ള അവസാന തീരുമാനം ഇപ്പോഴും മനുഷ്യനാണ് എടുക്കുന്നത്. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന നയം തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയും ഈ മേഖലയിലേക്ക് ശക്തമായി കടന്നു വരികയാണ്. HAL വികസിപ്പിക്കുന്നത് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റമാണ്. ഇത് തേജസ് Mk1A, Su-30 MKI, ജാഗ്വാർ പോലെയുള്ള യുദ്ധവിമാനങ്ങളോടൊപ്പം പ്രവർത്തിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ഭാവിയിൽ വരുന്ന തേജസ് Mk2ഉം AMCAയും ഇതുമായി ഇന്റഗ്രേറ്റ് ചെയ്യാനും നമ്മുടെ രാജ്യം പദ്ധതിയിടുന്നുണ്ട് കേട്ടോ. AMCA കുറിച്ചൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട്. AMCA ഒരു 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ആണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു ട്വിൻ എഞ്ചിൻ മോഡലായിരിക്കും. ഈ ലോയൽ വിങ്മാൻ ഡ്രോണുകളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ എയർ പവർ വളരെ വലിയ തോതിൽ വർദ്ധിക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു AMCA മാത്രമല്ല, അതിന്റെ കൂടെ മുഴുവൻ ഒരു ഡ്രോൺ ടീം കൂടി പോരാടാൻ തയ്യാറായിരിക്കുകയാണ്. ഇത് യുദ്ധത്തിലെ ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്.